മീനിങ് എന്താന്ന് പറഞ്ഞു തുടങ്ങിയിട്ടായിരുന്നു. അപ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് ലേണേഴ്സ് സെന്റേഡ് തിയറീസ് ഓഫ് കൺസ്ട്രക്റ്റിവിസം ആൻഡ് ലേണേഴ്സ് സെന്റേഡ് ടീച്ചിങ് ആണ് നമ്മൾ എന്ത് ചെയ്യണേ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ എന്താണ് വൈഗോട്സ്കി, ബ്രൂണറും പിയാഷയൊക്കെ എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒരു ഓവർവ്യൂ നിങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു ക്ലാസ്സിൽ. ഇനി നമുക്ക് മീനിങ് ഓഫ് നോളജ് കൺസ്ട്രക്ഷൻ ഓർ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് നോളജ് കൺസ്ട്രക്ഷൻ ആണ്. ദ സ്റ്റുഡന്റ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് എന്നാണ് നമ്മൾ എന്തിനാ പറയുന്നത് കൺസ്ട്രക്റ്റിവിസത്തിന് പറയാനുള്ളത്. അപ്പൊ മേക്കിംഗ് ഓഫ് നോളജ് ഓഫ് കൺസ്ട്രക്റ്റീവ് വാട്ട് ഇസ് ദ മീനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എ പേഴ്സൺ ഓൺ ഗെറ്റിംഗ് എ ന്യൂ ഇൻഫർമേഷൻ ഇൻ ദ എൻവിറോൺമെന്റ്, ഒരു വ്യക്തിക്ക് ആ ഒരു വ്യക്തിയുടെ എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന ന്യൂ ഇൻഫർമേഷൻ ആൻഡ് ഹി പ്രോസസ് ഇൻ ദ ലൈറ്റ് ഓഫ് ഹിസ് ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് ഇൻ ഹിസ് കോഗ്നിറ്റീവ് സ്ട്രക്ചർ. അതായത് സിംപ്ലി ഇത്രേ പറയുന്നുള്ളൂ, ഒരു വ്യക്തി ആ വ്യക്തിയുടെ സറൗണ്ടിങ്ങിൽ നിന്ന് കിട്ടുന്ന നോളജിനെ ആ കുട്ടിക്ക് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോളജുമായിട്ട് കണക്ട് ചെയ്തിട്ട് ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, അദ്ദേഹത്തിന് കോഗ്നിറ്റീവ് സ്ട്രക്ചർ വെച്ചിട്ട് പുതിയൊരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് നമ്മുടെ എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന നോളജും ആ കിട്ടിയ നോളജിനെ നമ്മൾ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന നോളജുമായി കണക്ട് ചെയ്ത് നമ്മളൊരു പുതിയ നോളജ് ക്രിയേറ്റ് ചെയ്യുന്ന ഈ ഒരു കാര്യം ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. പേജ് നമ്പർ 118. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഇറ്റ്സ് കണ്ടിന്യൂസ്ലി ഡെവലപ്ഡ് ആൻഡ് മോഡിഫൈഡ്. അത് എന്ത് ചെയ്യുന്നു, ബേസ്ഡ് ഓൺ എ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഇറ്റ്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പേഴ്സൺ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആ ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻസ് അനുസരിച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, എപ്പോഴും ഈ ഒരു പ്രോസസ്സിൽ മാറ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ആൻഡ് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കാര്യം നമ്മുടെ കോഗ്നിറ്റീവ് സ്ട്രക്ചർ വെച്ച് നമ്മൾ അതിനെ മനസ്സിലാക്കിയിട്ടുള്ള ആ ഒരു കാര്യം നമ്മുടെ മൈൻഡിൽ അതിന്റെ ഒരു സബ്ജക്റ്റീവ് റെപ്രസെന്റേഷൻ ഉണ്ടാവും. ഇൻ ദിസ് പ്രോസസ് ദ അസിമുലേഷൻ ആൻഡ് ഇന്റഗ്രേഷൻ ഓഫ് ന്യൂ ഇൻഫർമേഷൻ വിത്ത് അവർ ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ്. ഈ ഒരു പ്രോസസ്സിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ എലിമിനേറ്റ് ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ കാര്യങ്ങൾ വെച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ കണക്ട് ചെയ്തിട്ട് ഒരു ന്യൂ നോളജ് എന്ത് ചെയ്യും, ഫോം ചെയ്തെടുക്കും. ഇങ്ങനെയുള്ള ഈ ഒരു ന്യൂ നോളജിനെ നമ്മൾ എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് ന്യൂ നോളജ് കണക്ട് ചെയ്ത് നമ്മൾ പുതിയതായിട്ടുള്ള ഒരു കാര്യം ഉണ്ടാക്കി എടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്റ്റിവിസം ഓർ നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ലേണിംഗ് ഇസ് ദ പ്രോസസ് ഓഫ് ലേണർ മേക്കിംഗ് ദ ഇൻഫർമേഷൻ ഹി റിസീവ് meaningful in the background of his social, cultural environment and register in his memory. എന്താ സിംപ്ലി പറഞ്ഞാൽ ഇതൊരു പ്രോസസ്സാണ്. ലേണിംഗ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത്, കിട്ടുന്ന ഇൻഫർമേഷൻസിനെ എന്ത് ചെയ്യുന്നു, അതിനൊരു മീനിങ് ഫുൾ മാനറിൽ എങ്ങനെ അവരുടെ സോഷ്യൽ അല്ലെങ്കിൽ അവരുടെ ഒരു കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടിൽ അല്ലെങ്കിൽ എൻവിറോൺമെന്റിൽ നിന്ന് കിട്ടുന്ന എക്സ്പീരിയൻസുമായി കണക്ട് ചെയ്ത് നമ്മൾ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ആൻഡ് ഇൻ അതർ വേർഡ്സ് നമുക്ക് എങ്ങനെയും പറയാം, ലേണിംഗ് ഇസ് നത്തിങ് ബട്ട് ദ പ്രോസസ് ഓഫ് കൺസ്ട്രക്ടിങ് നോളജ്. എങ്ങനെയാണ്, ലേണിംഗ് ഇസ് നത്തിങ് ബട്ട് ലേണിംഗ് ഇസ് നോട്ട് just nothing, copying of information or something like that. Learning is nothing but the process of constructing knowledge. ലേണിംഗ് എപ്പോഴും എന്താണ്, ഒരു നോളജ് കൺസ്ട്രക്ഷൻ ആണ് സംഭവിക്കുന്നത്. ലേണിംഗ് ഇസ് നോട്ട് ജസ്റ്റ് കോപ്പിംഗ് ഓഫ് ഇൻഫർമേഷൻ. അതായത് നമുക്ക് ഔട്ട്സൈഡിൽ നിന്ന് കിട്ടിയ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള കാര്യങ്ങളെ കോപ്പി ചെയ്യുന്നതല്ല എന്തെന്ന് പറയുന്നത് ലേണിംഗ് എന്ന് പറയുന്നത്. വാട്ട് വി ഹിയർ, വാട്ട് വി റീഡ്, വാട്ട് വി റൈറ്റ്, ദാറ്റ് വി ആർ സ്റ്റോർഡ് ഇൻ അവർ മെമ്മറി. നമ്മൾ എന്താണോ നമ്മുടെ മനസ്സിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് നോളജ് എന്ന് പറയുന്നത്. നമ്മളൊരു കാര്യം കോപ്പി ചെയ്യുന്നതോ അല്ലെങ്കിൽ നമ്മളൊരു കാര്യം ജസ്റ്റ് കണ്ടോണ്ടോ കേട്ടോണ്ടോ മാത്രം എന്താവില്ല, അത് നമ്മൾ നോളജ് കൺസ്ട്രക്ഷൻ ആവില്ല. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു നോളജും പുതിയൊരു നോളജും കിട്ടുമ്പോൾ അതിനെ രണ്ടും കൂടെ കണക്ട് ചെയ്ത് ഒരു മീനിങ് ഫുൾ മാനറിൽ ഒരു കാര്യത്തെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് നോളജ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് ഒരു മീനിങ് ഫുൾ മാനറിൽ ഒരു അസിമുലേഷൻ ഓഫ് നോളജ് ആണ് എന്തെന്ന് പറയുന്നത് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ഓർ കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഇൻ ദിസ് അപ്രോച്ച് ദ ലേണർ എക്സാം ഇൻഫർമേഷൻ റിസീവ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദ ലേണേഴ്സ് എക്സ്പീരിയൻസ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലേണർ എപ്പോഴും എങ്ങനെയായിരിക്കും, ലേണർക്ക് കിട്ടിയിട്ടുണ്ടാവുന്ന ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നായിരിക്കും എന്തിനെ മനസ്സിലാക്കുന്നുണ്ടാവുക, ലേണിങ്ങിനെ
കണക്കാക്കുന്നുണ്ടായിരിക്കുക. ആൻഡ് ഇൻ ദിസ് അപ്രോച്ച് ദ റോൾ ഓഫ് ടീച്ചർ എന്ന് പറയുന്നത് എന്താണ്, നമ്മളെ ടു ഹെൽപ്പ് ദ സ്റ്റുഡൻസ്, കുട്ടികളെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് എന്തെന്ന് പറയുന്നത് അവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഈ കൊഗ്നിറ്റീവ് ഗൈഡ് നമ്മൾ എന്ത് ചെയ്യുക, കുട്ടിക്ക് കൊടുക്കുക. ആൻഡ് ടു ഹെൽപ്പ് ദം ടു മീനിങ് ഫുൾ ഇന്ററാക്ഷൻ വിത്ത് ദം, അതായത് കുട്ടിക്ക് ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു മീനിങ് ഫുൾ ഇന്ററാക്ഷന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ആൻഡ് എഡ്യൂക്കേഷൻ ആൻഡ് സോഷ്യൽ എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ലേണിങ്ങിന് ആപ്റ്റ് ആയിട്ടുള്ളത് ടീച്ചർ എന്ത് ചെയ്യുക, ചൂസ് ചെയ്യുക എന്നുള്ളതൊക്കെ ഇതിന് മസ്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളാണ്. ആൻഡ് ടീച്ചർ ഹെൽപ്പ് ദ സ്റ്റുഡൻസ് ഇൻ ദർ ലേണിംഗ് ആക്ടിവിറ്റീസ് സച്ച് ആസ് അണ്ടർസ്റ്റാൻഡിംഗ് ന്യൂ ഇൻഫർമേഷൻസ് or experience and selecting the most suitable one among them and organizing them and integrating them with the knowledge already we have existed in it. അതായത് നമ്മൾ എന്താ ചെയ്യണേ, കൺസ്ട്രക്റ്റിവിസത്തില് ടീച്ചർ എന്ത് ചെയ്യുന്നു, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നുണ്ട്. നോളജ് എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണേ, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അവിടെ കുട്ടി എക്സ്പീരിയൻസസ് ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്, ടീച്ചർ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് എങ്ങനെയായിരിക്കും, അതിനുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള എൻവിറോൺമെന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളും കുട്ടിക്ക് നമ്മൾ കൊടുക്കണം. അതിൽ നിന്ന് കുട്ടി എന്ത് ചെയ്യും, കുട്ടിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് എടുക്കുകയും അതുപോലെ തന്നെ ആവശ്യമായിട്ടനുസരിച്ച് കുട്ടി എന്ത് ചെയ്യും, വർക്ക് ചെയ്യാനും കുട്ടി എന്തായിരിക്കും, റെഡിയാവും. അതിൽ കുട്ടിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ഓക്കെ മാം. ഓക്കെ, അപ്പൊ അതാണ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ ഒരു മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതായത് നമുക്ക് ഉണ്ടാവുന്ന എക്സ്പീരിയൻസസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നു. ആൻഡ് നമ്മുടെ ആസ് എ ടീച്ചർ നമ്മുടെ റെസ്പോൺസിബിലിറ്റി എങ്ങനെയായിരിക്കും ഇതില്, ഗൈഡായിട്ട് ആക്ട് ചെയ്യാൻ. ടീച്ചർ, ദ റോൾ ഓഫ് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ടീച്ചർ നമ്മുടെ ക്ലാസ് റൂം എൻവിറോൺമെന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്, മോസ്റ്റ് കണ്ടക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ് റൂം നോളജ് കൺസ്ട്രക്ഷന് വേണ്ടത് എന്താണ്, കുട്ടികൾക്ക് ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം, വേണ്ടേ? ഫെസിലിറ്റേറ്റ് സ്റ്റുഡൻസ് ടു ആസ്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ചലഞ്ച് ദം ഓർ ഫോർമുലേറ്റ് ദെയർ ഓൺ ഐഡിയാസ്, ഒപ്പീനിയൻസ് ആൻഡ് കൺക്ലൂഷൻസ്. അപ്പൊ ലേണിംഗ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം, കൺസ്ട്രക്റ്റീവ് സെറ്റിംഗ്സ് ആയിരിക്കണം മെയിൻ ആയിട്ട് അതിൽ ഉണ്ടാവേണ്ടത്. ഒരു ഇൻക്വയറി മെത്തേഡ് അല്ലെങ്കിൽ പ്രോബ്ലം സോൾവിംഗ് മെത്തേഡ്, അതും അല്ലെങ്കിൽ കൊളാബറേഷൻ വിത്ത് അതേഴ്സ് എന്നുള്ള മെത്തേഡാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. ദ ടീച്ചർ വിൽ നോട്ട് ബി എ ഡിസ്പെൻസർ ഓഫ് നോളജ് ബട്ട് will act as the guide, facilitator or co-explorer. അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റ് മാനറിൽ ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ടീച്ചർ ഒരിക്കലും ഒരു നോളജ് വെറുതെ നോളജ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരാളല്ല, പകരം ടീച്ചർ എന്താണ്, ടീച്ചർ ആക്ട് ചെയ്യുന്നത് ആസ് എ ഗൈഡ് ഓർ ഫെസിലിറ്റേറ്റർ ഓർ എ കോ എക്സ്പ്ലോറർ ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ടീച്ചർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ടീച്ചർ ഉണ്ടായിരിക്കും, പക്ഷെ ടീച്ചർ എന്ത് ചെയ്യും, ഇതിനുള്ള സിറ്റുവേഷൻസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുകയാണ് നോളജ് കൺസ്ട്രക്ഷനിൽ സംഭവിക്കുന്നത്. ഓക്കെ, ആൻഡ് അതിന് ഈ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിൽ നമുക്ക് ഒന്ന് രണ്ട് ഡെഫിനേഷൻസ് പഠിക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് വൺ, അക്കോർഡിംഗ് ടു കാനല ആൻഡ് റിഫ് ഇൻ 1944 അവർ പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്റ്റിവിസം ഇസ് ആൻ എപ്പിസ്റ്റമോളജി, എ ലേണിംഗ് ഓർ മീനിങ് മേക്കിംഗ്, ദ തിയറി ദാറ്റ് ഓഫേഴ്സ് ആൻ എക്സ്പ്ലനേഷൻ ഓഫ് ദ നേച്ചർ ഓഫ് നോളജ് ആൻഡ് ഹൗ ഹ്യൂമൻ ലേൺ. അതായത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് എന്താ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ഒരു മീനിങ് മേക്കിംഗ് ആണ്. എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും അതിനൊരു എപ്പിസ്റ്റമോളജിക്കൽ മീനിങ്, അതല്ലെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, കൺസ്ട്രക്റ്റിവിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മെയിൻറ്റെയിൻസ് ദാറ്റ് ഇൻഡിവിജ്വൽ ക്രിയേറ്റ് ഓർ കൺസ്ട്രക്ട് ദെയർ ഓൺ അണ്ടർസ്റ്റാൻഡിംഗ് ഓർ നോളജ് ത്രൂ ഇന്ററാക്ഷൻ ആൻഡ് ആക്ടിവിറ്റീസ് വിച്ച് ദേ കണക്ട്. അതായത് അവർ എന്തിനൊക്കെ വെച്ചിട്ടാണോ കണക്ട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണോ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അതിലൂടെ അവർ എന്ത് ചെയ്യുന്നു, നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം ആണെന്നാണ് കെൻലൻ പറഞ്ഞത്. ആൻഡ് അക്കോർഡിംഗ് ടു ക്രോൾ ആൻഡ് ബോസ്കി, knowledge is acquired through involvement with content instead of imitation or repetition. അവരുടെ അഭിപ്രായത്തിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, നോളജ് ഇസ് അക്വയർഡ് ത്രൂ ഇൻവോൾവ്മെന്റ് വിത്ത് കണ്ടന്റ് ഇൻസ്റ്റെഡ് ഓഫ് ഇമിറ്റേഷൻ ആൻഡ് റിപ്പീറ്റേഷൻ. അതായത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, കംപ്ലീറ്റ്ലി എങ്ങനെയായിരിക്കും, നമ്മൾക്ക് കിട്ടുന്ന നോളജിനെ നമ്മൾ എന്ത് ചെയ്യുന്നു,
അക്വയർഡ് ആയിട്ടുള്ള നോളജ് നമ്മൾ അതിൽ ഇൻവോൾവ് ആവുകയാണ്, നമ്മുടെ കണ്ടന്റിനോട് നമ്മൾ ഇൻവോൾവ് ആവുകയാണ്. അവിടെ എന്തല്ല ചെയ്യുന്നത്, നമ്മൾ ജസ്റ്റ് അത് ഇമിറ്റേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളത് ജസ്റ്റ് റിപ്പീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോപ്പി ചെയ്യുക അല്ല ചെയ്യുന്നത്. പകരം ആ കണ്ടന്റിൽ ഇൻവോൾവ് ആയിട്ട് നമ്മൾ തന്നെ ലേൺ ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം പറയുന്നത്. ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ പഠിച്ചു വെക്കണം കേട്ടോ. അതുപോലെ തന്നെ നെക്സ്റ്റ്, അക്കോർഡിംഗ് ടു വോൾഫി ആൻഡ് MC Mullen 1996, they says that constructivism is the primarily a theory of learning, not a theory of teaching. Constructivism എന്ന് പറയുന്നത് എന്താണ്? കൺസ്ട്രക്റ്റിവിസം ഇസ് primarily a theory of learning. ഒരു തിയറി ഓഫ് ലേണിംഗ് ആണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് നോട്ട് എ തിയറി ഓഫ് ടീച്ചിങ്. അത് പഠിച്ചു വെച്ചാലും മതി. കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്? ഒരു തിയറി ഓഫ് ലേണിംഗ് ആണ്, നോട്ട് എ primarily it is a theory of learning and it is not a theory of ടീച്ചിങ്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഡെഫിനേഷൻ എന്ത് ചെയ്യുക, കൺസ്ട്രക്റ്റിവിസത്തെ പറ്റി പഠിച്ചു വെക്കുക. അപ്പൊ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ സ്റ്റുഡൻസ് ഗെറ്റ് നോളജ് ത്രൂ ഇന്ററാക്ഷൻ വിത്ത് ഹിസ് എൻവിറോൺമെന്റ് ആൻഡ് വിത്ത് ഹിസ് പേഴ്സണൽ എക്സ്പീരിയൻസ്. he integrate the already existing knowledge with the new knowledge and he create a meaningful learning, that is we called as construction of knowledge or constructivism. Okay ano? Okay, then next we can discuss about the nature of constructivist learner. എങ്ങനെയായിരിക്കും ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണർ ഉണ്ടായിരിക്കുക? കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ ലേണേഴ്സ് അക്കോർഡിംഗ് ടു ദെയർ ബാക്ക്ഗ്രൗണ്ട് ഓഫ് എക്സ്പീരിയൻസ്, സോഷ്യൽ അല്ലെങ്കിൽ കൾച്ചറൽ ഇമ്പാക്ട്സ് ആയിരിക്കും എന്തുണ്ടാവുക. ഒരു കുട്ടീനെ നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു കുട്ടിയുടെ സോഷ്യൽ എക്സ്പീരിയൻസസ്, അതല്ലെങ്കിൽ ആ കുട്ടിയുടെ കൾച്ചറൽ ഇമ്പാക്ട്, അതിനൊക്കെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, ആ കുട്ടി എന്താണ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എങ്ങനെയാണെന്ന്, അതിന്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പറയാൻ പറ്റുക. അക്കോർഡിംഗ് ടു കണ്ണിങ്ഹാം ആൻഡ് ഡെഫി, അക്വയർ നോളജ് ഈസ് നോട്ട് അക്വിസിഷൻ ഓഫ് ഇൻഫർമേഷൻ. ഒരിക്കലും നമ്മൾ നോളജ് അക്വയർ ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്തല്ല, അതൊരിക്കലും ഒരു ഇൻഫർമേഷൻ അക്വയർ ചെയ്തു എന്നല്ല. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് നോളജ് കൺസ്ട്രക്ഷൻ വിച്ച് ഇൻവോൾവ് എക്സാമിനിങ് ദ റിസീവ്ഡ് ഇൻഫർമേഷൻ. അതായത് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി നമ്മൾ എങ്ങനെ ഒരു കാര്യത്തെ, ഒരു കാര്യം നമ്മൾ കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്ക് നമ്മൾ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, അതിനൊരു മീനിങ് ഫുൾ മാനറിൽ നമ്മൾ ലേൺ ചെയ്യുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്, അതെന്താണ്, നമുക്ക് കിട്ടിയിട്ടുള്ള നോളജ് എന്താണെന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. യൂസിങ് വൺസ് ഓൺ എക്സ്പീരിയൻസ്, അണ്ടർസ്റ്റാൻഡിങ് ദെയർ മീനിങ് ആൻഡ് ട്രാൻസ്ഫോമിങ് ദം ആസ് എ നോളജ്. അതായത് നമുക്ക് കിട്ടിയിട്ടുള്ള ആ റിസീവ് ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻ നമ്മൾ എന്ത് ചെയ്യണു, നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മുടെ ഓൺ എക്സ്പീരിയൻസസ് ആൻഡ് ആ ഒരു കാര്യം എത്രത്തോളം വാട്ട് വി അണ്ടർസ്റ്റാൻഡ്, അതുപോലെ തന്നെ അതിന്റെ മീനിങ് എന്താണ്, അത് നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ഒരു നോളജ് ആക്കി മാറ്റിയെടുക്കാം എന്നുള്ളതിനൊക്കെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നതെന്നാണ് കണ്ണിങ്ഹാമും ഡിഫിയും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൻഡ് ടീച്ചിങ് ഹെൽപ് ദം ദ സ്റ്റുഡൻസ് ടു കൺസ്ട്രക്ട് ദെയർ നോളജ് ആൻഡ് ടീച്ചേഴ്സ് വെർ നോട്ട് എ ഡിസ്പെൻസിങ് ഓഫ് നോളജ്. ഒരിക്കലും ഡിസ്പെൻസർ അല്ല. അക്കോർഡിംഗ് ടു ജെർമോൺ ബ്രൂണർ, ലേണിംഗ് ഈസ് ആൻ ആക്റ്റീവ് പ്രോസസ് ഇൻ ദിസ് ലേണർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ പ്രീവിയസ് ആൻഡ് പ്രസന്റ് നോളജ് അണ്ടർസ്റ്റാൻഡ് ന്യൂ ഐഡിയാസ്. അതായത് ബ്രൂണർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ലേണിംഗ് എന്ന് പറയുന്നത് ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. അവിടെ എന്താണ്, ഇൻ ദിസ് ദ ലേണർ with the help of their previous and present knowledge understand new ideas. അതായത് ലേണർ എന്ന് പറയുന്നത് എപ്പോഴും ഒരു ആക്റ്റീവ് പ്രോസസ് ആണ്. അവിടെ ലേണറെ സംബന്ധിച്ച് ലേണർക്ക് കിട്ടുന്ന പുതിയ നോളജും ഓൾറെഡി എക്സിസ്റ്റിംഗ് ചെയ്യുന്ന നോളജും തമ്മിൽ കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഐഡിയ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ആൻഡ് ഇൻ ദിസ് ഈ എബവ് ഡെഫിനിഷൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാം അവിടെ എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് എന്താണ്. ദ ലേണർ ഈസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓർ ലേണിംഗ്. അതായത് അതിന്റെ ഫസ്റ്റത്തെ നേച്ചർ ആയിട്ട് നമുക്ക് പറയാം, ലേണർ ഈസ് ദ ഫുള്ളി റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ഹിസ് ഓർ ഹെർ ലേണിംഗ്. അപ്പൊ ആദ്യത്തെ ഒരു നേച്ചർ എന്താണ്, ലേണർ തന്നെയാണ് ലേണിംഗിന്റെ ഫുള്ളി റെസ്പോൺസിബിൾ പേഴ്സൺ. ഏതില്, കൺസ്ട്രക്റ്റിവിസത്തില്. അപ്പൊ അവിടെ ടീച്ചർക്കാണോ റോൾ ഉള്ളത്, ടീച്ചർക്ക് റോൾ ഉണ്ട്. ടീച്ചർ എന്താണ്, ഒരു ഫെസിലിറ്റേറ്റർ മാത്രമായിരിക്കും. പക്ഷെ കൺസ്ട്രക്റ്റിവിസത്തില് കുട്ടികൾ തന്നെയായിരിക്കും എന്തെന്ന് പറയുന്നത്, അവരുടെ ലേണിംഗിന്റെ ഓണർ എന്ന് പറയുന്നത്. ഓക്കെ,
അപ്പോ നമുക്ക് പറയാം ലേണർ ഇസ് ഫുള്ളി റെസ്പോൺസിബിൾ ഫോർ ഹിസ് ഓർ ഹെർ ലേണിംഗ് എന്ന് പറയാൻ കാരണം എന്താ വെച്ചാല് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് എക്സ്പീരിയൻസസ് അതുപോലെ തന്നെ ലേണറുടെ ലേണിംഗ് ഇന്ററാക്ഷൻ എങ്ങനെയാണ്, ലേണിംഗർക്ക് കിട്ടുന്ന ഡയറക്റ്റ് എക്സ്പീരിയൻസസ് എങ്ങനെയാണ്, ആ ലേണർ എങ്ങനെയാണ് ആ ലേണിംഗ് ആക്ടിവിറ്റീസിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അതൊക്കെ അനുസരിച്ചിട്ടായിരിക്കും എന്തുണ്ടായിരിക്കുക, ലേണറുടെ ലേണിംഗ് ഉണ്ടായിരിക്കുക. അപ്പൊ ലേണർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കും, നല്ല നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ലേണർ അത്ര ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ലേണർക്ക് അത്ര ആക്റ്റീവായിട്ട് അത്രത്തോളം വേണ്ടത്ര രീതിയിലുള്ള നോളജ് അക്വയർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ എന്താണ്, ലേണർ മോട്ടിവേഷൻ ഇസ് എ മസ്റ്റ്. ലേണർ മോട്ടിവേഷൻ ഇസ് മസ്റ്റ്. അതായത് രണ്ടാമത്തെ നേച്ചർ ഓഫ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത് ലേണർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, മസ്റ്റ് ആണ്. അക്കോർഡിംഗ് ടു വാൻ ഗ്ലസ്റ്റഫീൽഡ് സ്റ്റേറ്റ് ദാറ്റ് ഓൺലി ദോസ് ഹു ഹാവ് കോൺഫിഡൻസ് ഇൻ ദെയർ എബിലിറ്റി ടു ലേൺ ആർ മോട്ടിവേറ്റഡ് ടു കണ്ടിന്യൂസ്ലി ഇൻവോൾവ് ദംസെൽഫ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്. അപ്പൊ എന്താ ആവശ്യമാണ്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിൽ കുട്ടി എത്രത്തോളം അതിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവോൾവ് ആകുന്നുണ്ട് എന്നുള്ളത് എന്താണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അവിടെ ലേണർക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ ലേണർക്ക് ആ ഒരു എബിലിറ്റി ഉണ്ടെങ്കിൽ, ആ ലേണർക്ക് ഒരു കണ്ടിന്യൂസ് മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ലേണർ ആ ഒരു ലേണിംഗ് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയുള്ളൂ. അങ്ങനെ ആവുമ്പോൾ മാത്രമേ അവിടെ ലേണിംഗ് നടക്കുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്റ്റീവ് ലേണിംഗിൽ നമ്മൾ ബിഹേവിയറിസത്തിൽ എന്ത് ചെയ്യുന്നു, നമ്മൾ കുട്ടിനെ പഠിപ്പിക്കുന്നു, കുട്ടി പഠിച്ചാൽ മതി, നമ്മൾ പഠിപ്പിക്കണം, കുട്ടി എങ്ങനെയെങ്കിലും പഠിച്ചാൽ മതി എന്നുള്ള ഒരൊറ്റ അപ്രോച്ച് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരെ കാണാൻ പറ്റില്ല. അവിടെ ലേണർക്ക് മോട്ടിവേഷൻ എന്ന് പറയുന്നത് എന്താണ്, നിർബന്ധമാണ്. അവിടെ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു കോൺഫിഡൻസ്, അതുപോലെ തന്നെ അവരുടെ എബിലിറ്റിയിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ അവർ കണ്ടിന്യൂസ്ലി മോട്ടിവേറ്റഡ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ആ ഒരു ലേണിംഗ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് സക്സസ്ഫുൾ ആവുള്ളൂ. ഓക്കെ. ആൻഡ് നെക്സ്റ്റ് വൺ, ലേണർ ഗെറ്റ് ഇൻവോൾവ് ആക്റ്റീവ്ലി. അതായത് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗില് ലേണർ ഷുഡ് ഇൻവോൾവ് ആക്റ്റീവ്ലി. അവിടെ എങ്ങനെയായിരിക്കണം, ലേണർ എന്തായിരിക്കണം, വളരെ ആക്റ്റീവ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. വേണ്ടേ? യെസ് മാം. ലേണർ എങ്ങനെയായിരിക്കണം, ലേണർ ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് ലേണിംഗ് ആക്ടിവിറ്റിയിലെ ഡയറക്റ്റ് എക്സ്പീരിയൻസസ് എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. കുട്ടിക്ക് ക്ലാസ് റൂം ആക്ടിവിറ്റീസിലാവട്ടെ, ലേണിംഗ് ടാസ്കിലാവട്ടെ, വേരിയസ് ഇന്ററാക്ഷനിലാവട്ടെ, ടീച്ചർ സ്റ്റുഡൻസ് ഇന്ററാക്ഷനിലാവട്ടെ, അതുപോലെ തന്നെ ടീച്ചറും കുട്ടി ഒന്നിച്ചോ അല്ലെങ്കിൽ അവർ നോളജിനെ എൻക്വയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസസ് റിഫ്ലക്ട് ചെയ്യുന്നതോ എന്തോ ആവട്ടെ, അതിൽ അവരെന്തായിരിക്കണം, ഫുള്ളി പാർട്ടിസിപ്പേറ്റഡ് ആയിരിക്കണം. അതിനുള്ള സിറ്റുവേഷൻസ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് എന്തിൽ വേണ്ടത്, നമ്മളുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിൽ വേണ്ടത്. ആൻഡ് തേർഡ് വൺ, കൊളാബറേറ്റിംഗ് വിത്ത് പിയർ ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കൊളാബറേറ്റിംഗ് ഇൻ പിയേഴ്സ് ഇൻ ലേണിംഗ് ആക്ടിവിറ്റീസ്. എങ്ങനെയായിരിക്കണം, നമ്മൾ കുട്ടികളുടെ ലേണിംഗ് ആക്ടിവിറ്റീസിൽ നമ്മുടെ സമപ്രായക്കാരുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ഒരു കൊളാബറേഷൻ നമുക്ക് ഉണ്ടായിരിക്കണം. വിത്ത് ദ ഹെൽപ്പ് പിയേഴ്സ് ലേണിംഗ് ആക്ടിവിറ്റീസ്, അവരുടെ ലേണിംഗ് ആക്ടിവിറ്റീസിൽ നമ്മൾ അവരോട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ, ബിസൈഡ്സ് മേക്കിംഗ് എഫേർട്ട് ബൈ ആക്ടിങ് ഇൻഡിവിജ്വലി, നമ്മൾ ഒറ്റയ്ക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതിനേക്കാൾ നല്ലത് എന്താണ്, നമുക്ക് ജോയിന്റ് ആയിട്ട് ലേൺ ചെയ്യുന്നതിനാണ്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നെസസറി ഫോർ സ്റ്റുഡൻസ് ടു കൊളാബറേറ്റ് വിത്ത് അതർ സ്റ്റുഡൻസ്. എങ്ങനെയാണ് നമ്മൾ ബാക്കിയുള്ളവരായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസസ് ബാക്കിയുള്ളവരടുത്ത് ഷെയർ ചെയ്യാനും അവരുടെ എക്സ്പീരിയൻസസ് നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാനും പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പോസിബിൾ ഇന്ററാക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഡിഫറെന്റ് ആംഗിൾസ് എന്താണെന്നുള്ളതും ഡിഫറെന്റ് വ്യൂ പോയിന്റ്സ് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാനും നമുക്കൊരു കംപ്ലീറ്റ് ഇന്ററാക്ഷനിലൂടെ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യാനുള്ള ഒരു അവസരം എന്ത് ചെയ്യുന്നുണ്ട്, കൺസ്ട്രക്റ്റിവിസം തരുന്നുണ്ട്. നെക്സ്റ്റ് നേച്ചർ എന്ന് പറയുന്നത് അഡോപ്റ്റിംഗ് ഇൻക്വയറി അപ്രോച്ച്. എന്താണ്, അഡോപ്റ്റിംഗ് ഇൻക്വയറി അപ്രോച്ച് ആണ്. എൻക്വയറി അപ്രോച്ച് എന്ത് ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക. ദ കൺസ്ട്രക്റ്റീവ്സ്റ്റ് ക്ലാസ് റൂം പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റി ടു ദ സ്റ്റുഡൻസ് ഫോർ സോൾവിംഗ് പ്രോബ്ലംസ്. അതായത് കൺസ്ട്രക്റ്റീവ്സ്റ്റ് ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യണം, ആ പ്രോബ്ലം സോൾവിങ്ങിന് ആ ഒരു എൻക്വയറി മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, അഡോപ്റ്റ് ചെയ്യണം. എപ്പോഴും കുട്ടികൾക്ക് ആ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി ഉണ്ടാക്കിയെടുക്കാൻ. ഇൻ ദിസ് ആക്ടിവിറ്റി ക്വസ്റ്റ്യനിങ് ആവാം, അല്ലെങ്കിലോ അപ്രോച്ചിങ് ഓഫ് വെറൈറ്റി ഓഫ് സോഴ്സസ് ഓഫ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാനാവാം, അല്ലെങ്കിൽ ക്രിട്ടിക്കൽ അനാലിസിസ് അബൌട്ട്
അബൌട്ട് ദ ഇൻഫർമേഷൻ ആവാം, അല്ലെങ്കിൽ എന്താ പറയാ കുട്ടികൾക്ക് എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും ആ ഒരു എൻക്വയറി മെത്തേഡ് അത് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. വിത്തൗട്ട് ആക്സെപ്റ്റിംഗ് ദി സൊല്യൂഷൻ ഓഫേർഡ്, അതായത് നമ്മൾ ഒരു കാര്യം ഒരാൾ പറയുന്നത് ബ്ലൈൻഡ് ആയിട്ട് വിശ്വസിക്കാണ്ട് നമ്മൾ ആ ഒരു കാര്യത്തിന്റെ എല്ലാ കാര്യങ്ങളും നല്ല വശങ്ങളും ദൂഷ്യവശങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോൾ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു കാര്യം എന്താണ് എന്നുള്ളത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു കറക്റ്റ് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാൻ. നമുക്ക് കിട്ടുന്ന പേഴ്സണൽ എക്സ്പീരിയൻസസ് ആയിരിക്കാം, അല്ലെങ്കിലോ നമുക്ക് നമ്മൾ നെസസറി ആയിട്ട് നമുക്ക് ആ ഒരു കാര്യത്തെ ക്രിട്ടിക്കലി ഇവാലുവേറ്റ് ചെയ്യാനാവട്ടെ, എന്തൊരു കാര്യമാണെന്നുണ്ടെങ്കിലും അതിന്റെ എല്ലാ സൈഡും നമുക്ക് അറിയാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അത് എന്താണെന്നുള്ളത് നമുക്ക് എക്സാക്ട് മനസ്സിലാക്കിയെടുക്കാൻ. അതിന് ഒരു എൻക്വയറി മെത്തേഡ്, ഒരു എൻക്വയറി അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ട് ആ ഒരു പ്രോബ്ലം ആണെങ്കിൽ ആ ഒരു പ്രോബ്ലത്തെ ക്വസ്റ്റ്യൻ ചെയ്യാനും അതിനെ ആക്സെപ്റ്റ് ചെയ്യാനും അത് എന്താണെന്ന് മനസ്സിലാക്കി എടുക്കാനൊക്കെ ഉള്ള ഒരു എബിലിറ്റി നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ ആണോ? Okay, ma'am. Next, reflecting on the learning experiences. And it is, അതായത് നമ്മളൊരു ഡയറക്റ്റ് എക്സ്പീരിയൻസസ് കിട്ടി അല്ലെങ്കിൽ നമുക്ക് ഒരു കിട്ടുന്ന ഒരു ലേണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്നുള്ളതല്ല, നമ്മൾ അതിനെ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും, റിഫ്ലക്ഷൻ ഉണ്ടായിരിക്കും. ആ ഒരു സെലക്ഷൻ പ്രോസസ് ആവട്ടെ, നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏതാണ്, അതുപോലെ തന്നെ അതിനെ എങ്ങനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റിംഗ് നോളജിനായിട്ട് നമുക്ക് അതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്താ പറയുക ആ ഒരു റിഫ്ലക്റ്റീവ് തിങ്കിങ് എല്ലാത്തിനെ പറ്റിയിട്ടും അതിനെ പോസിറ്റീവ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് ആയിട്ടാണെങ്കിലും അത് എന്താണ് എന്നുള്ളതിന് ആ ഒരു റിഫ്ലക്റ്റീവ് തിങ്കിങ് എന്ത് ചെയ്തിരിക്കണം, ആ ഒരു കപ്പാസിറ്റി കുട്ടികളിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് എന്താണ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് അതനുസരിച്ചുള്ള ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക. ആൻഡ് ഡയറക്റ്റ് എക്സ്പീരിയൻസസിലൂടെ എന്ത് ചെയ്യുക, അവർക്ക് ആ ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻസസിലൂടെ എന്ത് ചെയ്യാൻ പറ്റുക, തിങ്ക് ലോജിക്കലി, എല്ലാ കാര്യത്തെയും ലോജിക്കലായിട്ട് ചിന്തിച്ച് ഒരാൾ പറയുന്നത് മാത്രം നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളോട് ഉൾക്കൊള്ളാനുള്ള ഒരു മെന്റാലിറ്റി ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നതും നമ്മുടെ കൺസ്ട്രക്റ്റിവിസത്തിന്റെ അടുത്തൊരു ഇമ്പോർട്ടന്റ് നേച്ചറാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൺസ്ട്രക്റ്റിവിസത്തിന്റെ നേച്ചർ ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ലേണർ ഇസ് ദ ഫുള്ളി റെസ്പോൺസിബിൾ പേഴ്സൺ ഫോർ ഹിസ് ഓർ ഹെർ ലേണിംഗ്. ലേണേഴ്സ് മോട്ടിവേഷൻ is a must thing. Learner get involved in actively collaborating with peer in learning activities, adopting inquiry method, reflecting on the learning experience. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്തിൽ വരുന്നത്, നമ്മുടെ ലേണിംഗ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് അപ്രോച്ചിന്റെ നേച്ചർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? Okay, ma'am. Yes, ma'am. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്, വാട്ട് ഈസ് ദ റോൾ ആൻഡ് ഫംഗ്ഷൻ ഓഫ് ടീച്ചർ ഇൻ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം? എങ്ങനെയായിരിക്കും ടീച്ചറുടെ റോള്? Facilitator. ടീച്ചർ ഒരു ഫെസിലിറ്റേറ്റർ ആണ്, ടീച്ചർ Guide ആണ്, ടീച്ചർ ഒരു ഗൈഡ് ആണ്, explorer, co-explorer. ടീച്ചർ ആസ് എ ക്ലോ എക്സ്പ്ലോറർ, അതൊക്കെ നമ്മൾ മീനിങ്ങിൽ പറഞ്ഞു. നമുക്ക് എങ്ങനെ ഈ ഒരു കൺസ്ട്രക്റ്റിവിസം ക്ലാസ് റൂമിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറ്റും? എങ്ങനെ കുട്ടികളെ നമുക്ക് ആ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും? ഡിസ്കഷൻസിലൂടെ കഴിയും. ഡിസ്കഷൻസ് കൊടുക്കാം, ഫ്രീഡം ഓഫ് എൻക്വയറി. കുട്ടികളടുത്ത് എപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ എങ്ങനെയിരിക്കണം, കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാനുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അവർക്ക് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം, വേണ്ടേ? ഇപ്പൊ ചില ടീച്ചേഴ്സിനെ നമ്മൾ കണ്ടിട്ടില്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴേക്കും ഒന്നെങ്കിൽ അവരെ ചീത്ത പറഞ്ഞിട്ട് ഒഴിവാക്കും, അതല്ലെങ്കിലോ പിന്നെ അതിനെ പറ്റിയുള്ള ഡിസ്കഷൻസോ കാര്യങ്ങളോ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു അപ്രോച്ച് ആവരുത് എന്ത് ചെയ്യരുത്, കൺസ്ട്രക്റ്റിവിസത്തിൽ ഉണ്ടാവരുത്. അവിടെ എങ്ങനെയായിരിക്കണം, നമ്മൾ അതനുസരിച്ചിട്ടുള്ള ഒരു സിറ്റുവേഷൻ, കുട്ടിക്ക് ആ ഒരു എൻക്വയറി മെത്തേഡ് ഉണ്ടാക്കി, എൻക്വയറി എന്നുള്ള ഒരു ഫ്രീഡം ഓഫ് എൻക്വയറി ആൻഡ് എന്താ പറയാ എന്ത് ചെയ്തിരിക്കണം, ടീച്ചർ എപ്പോഴും കുട്ടികൾക്ക് കൊടുത്തിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ ടീച്ചർ ഷുഡ് എൻകറേജ് സ്റ്റുഡൻസ് ടു ഇനീഷ്യേറ്റീവ്സ്, അതായത് കുട്ടികളുടെ ആ ഒരു ഇനീഷ്യേറ്റീവിനെ ടീച്ചർ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, റെസ്പെക്ട് ചെയ്തിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? ടീച്ചർ ഫ്രീക്വന്റ്ലി ആസ്ക് ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻസ് ഇൻ ദ ക്ലാസ് റൂം ആൻഡ് പേഷ്യന്റ്ലി വെയിറ്റ് ഫോർ ദ സ്റ്റുഡൻസ് ആൻസർ. ആസ് എ ടീച്ചർ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, നമുക്ക് എന്താ വേണ്ടേ, ആദ്യമായിട്ട് നമുക്ക് വേണ്ട ഒരു ക്വാളിറ്റിയാണ് ക്ഷമ എന്ന് പറയുന്നത്, അല്ലേ? ക്ഷമ വേണ്ടേ? അപ്പൊ നമുക്ക് ക്ഷമ വേണം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കുട്ടികൾ, ഇപ്പൊ ഞാൻ നിങ്ങളോട് ചോദിച്ചു ആസ് എ ടീച്ചർ നമുക്ക് എങ്ങനെയാണ് ഒരു കൺസ്ട്രക്റ്റിവിസ്റ്റ് ക്ലാസ് റൂം അപ്രോച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്ന് ചോദിച്ചു, ഇല്ലേ?
അപ്പോ അതുപോലെ എങ്ങനെയാണ് കൺസ്ട്രക്റ്റീവിസ് ഒരു ടീച്ചർ എപ്പോഴും എന്ത് ചെയ്യുക, ഒരു ഓപ്പൺ എൻഡഡ് ക്വസ്റ്റ്യൻ ആണ് കുട്ടികൾക്ക് കൊടുക്കേണ്ടത്. ആൻഡ് ടീച്ചർ വളരെ പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യണം എന്താണ് കുട്ടികളുടെ റെസ്പോൺസ് എന്നുള്ളത്. കുട്ടികൾ അതിനോട് എങ്ങനെ റെസ്പോൺസ് ചെയ്യുന്നു, കുട്ടികൾ അതിനോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ആൻഡ് അതനുസരിച്ച് ടീച്ചർ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്ക് അതിനുള്ള സിറ്റുവേഷൻ നമ്മൾ പ്രൊവൈഡ് an open ended questions in the classroom. ഇടയ്ക്കിടയ്ക്ക് ഒരു ഫ്രീക്വന്റ്ലി ആസ്ക്, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അങ്ങനെ ചോദിക്കുക. ടീച്ചർ ഗിവ് മച്ച് ഇമ്പോർട്ടൻസ് ടു സ്റ്റുഡൻസ് ഹയർ ഓർഡർ തിങ്കിങ് ആൻഡ് ലോജിക്കൽ റീസണിങ്. നമ്മളൊരു ബുക്കിഷ് നോളജിന് അപ്പുറത്ത് നമ്മൾ കുട്ടികളുടെ ഒരു ഹയർ ഓർഡർ തിങ്കിങ്ങിന് അല്ലെങ്കിൽ ലോജിക്കൽ റീസണിങ്ങിനൊക്കെ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്, കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് പ്രൊവൈഡ് ample opportunities to students to interact among themselves and so also with him. അതായത് കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യുക, കുട്ടികൾക്ക് നമ്മൾ കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവരുടെ പിയർ ഗ്രൂപ്പായിട്ട് കൂടുതലായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെ ആകുമ്പോൾ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ അത് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് ഹി എൻകറേജ് സ്റ്റുഡൻസ് ടു ഷെയർ ദെയർ എക്സ്പീരിയൻസ് എമംഗ് ദംസെൽഫ്. അതായത് അതുപോലെ തന്നെ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളുടെ അടുത്ത് ടീച്ചർക്കും ടീച്ചറുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ കുട്ടികളെ കൊണ്ട് കുട്ടികളുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യിപ്പിക്കുന്നതും എന്തിൽ ഹെൽപ്ഫുൾ ആണ്, കൺസ്ട്രക്റ്റീവിസത്തിൽ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് he emphasized enquiry based learning. ടീച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എൻക്വയറി ബേസ്ഡ് ലേണിങ്ങിന് എപ്പോഴും എന്ത് കൊടുക്കണം, ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു എൻക്വയറി ബേസ്ഡ് ലേണിംഗ് എന്താണ്, ആ എൻക്വയറി മെത്തേഡിനെ എപ്പോഴും കുട്ടികൾ എപ്പോഴും അങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ, അല്ലെങ്കിൽ അവർ കൂടുതലായിട്ട് അവരുടെ സറൗണ്ടിങ്ങിൽ നിന്ന് അവരുടെ ആ ഒരു എൻക്വയറി മെത്തേഡ് എന്നുള്ള ഒരു കൺസെപ്റ്റ് കൂടുതലായിട്ട് വരട്ടെ എന്നുള്ളൊരു എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് he more often make use of teaching techniques like group interacting sessions, cooperative learning, collaborative learning, group project work, solving jigsaw puzzles in his classroom teaching. അതായത് ടീച്ചർ എപ്പോഴും എങ്ങനെ ഇരിക്കണം, ജിക്സോ പസിൽസ് കൊടുക്കാം, അതുപോലെ തന്നെ പിന്നെ എന്ത് കൊടുക്കാം, നമുക്ക് കൊളാബറേറ്റീവ് ലേണിംഗ്, കോപ്പറേറ്റീവ് ലേണിംഗ്, പ്രൊജക്ട് വർക്ക്സ്, ഗ്രൂപ്പ് പ്രൊജക്ട് വർക്ക്സ്, അതുപോലെ ജിക്സോ പസിലൊക്കെ കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൂടുതലായിട്ട് ആ ഒരു കൺസ്ട്രക്റ്റീവ് നോളജ് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ആൻഡ് മേക്കിംഗ് ഡിസിഷൻ ബിഫോർ ദ ലെസൺ ബിഗിൻസ്. അതുപോലെ തന്നെ ആസ് എ ടീച്ചർ നമ്മൾ എപ്പോഴും എന്തുണ്ടായിരിക്കണം, ഈ ഒരു കാര്യങ്ങൾ മാത്രമല്ല, ആസ് എ ടീച്ചറുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നതിൽ ടീച്ചർ മെയിൻ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യണം. ഈ ഒരു കോപ്പറേറ്റീവ് ലേണിംഗ് ക്ലാസ് റൂമിൽ കൊണ്ടുവരണമെങ്കിൽ ടീച്ചർ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ടീച്ചർ എപ്പോഴും എന്തുണ്ടായിരിക്കണം, ടീച്ചർ ഷുഡ് മേക്ക് എ ഡിസിഷൻ അബൌട്ട് ദ ക്ലാസ് റൂം ബിഗിൻ. അതായത് ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ടീച്ചർക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഡിസിഷൻ ഉണ്ടായിരിക്കണം. ഇന്ന് ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ്, എന്ത് രീതിയിലുള്ള അപ്രോച്ചാണ് അവിടെ നടത്താൻ പോണേ, എങ്ങനെയാണ് അവരെ പഠിപ്പിക്കാൻ പോണേ എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തുണ്ടായിരിക്കണം, ഒരു ധാരണ ഉണ്ടായിരിക്കണം. സെറ്റിംഗ് ദ ലേണിംഗ് ടാസ്ക് ഫോർ ദ ലെസൺ. അതുപോലെ തന്നെ ഓരോ ടാസ്കിനും, അതിനാണ് നമ്മളോട് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറയുന്നത്. ഓരോ ടാസ്കിനും നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അതനുസരിച്ചിട്ടുള്ള ടാസ്കിന് എന്തൊക്കെ ലെസൺസിനനുസരിച്ചുള്ള ടാസ്കുകൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഇന്ന കാര്യം കുട്ടികളിലേക്ക് എത്തിക്കാൻ ഇന്ന മെത്തേഡ് യൂസ് ചെയ്യുക, ഇന്ന ഏരിയ പഠിപ്പിക്കാൻ ഇന്ന മെത്തേഡ് യൂസ് ചെയ്യുക എന്നുള്ള രീതിയിൽ എന്തുണ്ടായിരിക്കണം, ആ ഒരു കാര്യം ടീച്ചർ കൺസ്ട്രക്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ പിന്നെന്താ പറഞ്ഞേ, ഇവാലുവേറ്റിംഗ് ദ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ഗ്രൂപ്പ് വർക്ക്. അതുപോലെ തന്നെ ഗ്രൂപ്പ് വർക്കിന്റെ പ്രോസസ്സും പ്രൊഡക്റ്റും, അതായത് ഗ്രൂപ്പ് വർക്കാണ് കുട്ടികൾ ചെയ്യുക. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ചെയ്ത ആ ഒരു പ്രോസസ്സിൽ അവർ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ടോ, അതുപോലെ തന്നെ പിന്നെന്താ നമ്മൾ നോക്കേണ്ടത്, അവര് ചെയ്ത പ്രൊഡക്റ്റ് എത്രത്തോളം നല്ലതാണ്, അതും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ചെക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ്, മേക്കിംഗ് എ ഡിസിഷൻ ബിഫോർ ദ ലെസൺ ബിഗിൻസ്, സെറ്റിംഗ് എ ലേണിംഗ് ടാസ്ക് ഫോർ ദ ലെസൺസ്, മോണിറ്റർ ദ സ്റ്റുഡൻസ് ആക്ടിവിറ്റീസ് വൈൽ ദേ ആർ വർക്കിംഗ് ഇൻ എ ഗ്രൂപ്പ്, ഇവാലുവേറ്റ് ദ പ്രോസസ് ആൻഡ് പ്രൊഡക്റ്റ് ഓഫ് ദ ഗ്രൂപ്പ് വർക്ക്. ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യേണ്ടത്, ഒരു ടീച്ചർ മുന്നേ ചെയ്യേണ്ടത്. അപ്പൊ ഇതെല്ലാം എന്താണെന്നുള്ളത് നമുക്കൊന്ന് ഇൻ ഡീറ്റെയിൽ നോക്കി നോക്കാം. എന്താ മേക്കിംഗ് എ ഡിസിഷൻ ബിഫോർ ദ ലെസൺ ബിഗിൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നേ? അപ്പൊ നിങ്ങള് ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യേണ്ട കാര്യമൊക്കെ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? നമ്മളൊരു ക്ലാസ്സിന് പോകുമ്പോൾ മുന്നേ ലെസൺ പ്ലാൻ പ്രിപ്പയർ ചെയ്യണം എന്നൊക്കെ പറയാറില്ലേ? Yes, ma'am. അപ്പൊ
അതെന്തിനാ നമ്മളോട് പറയണത്? അപ്പൊ അത് ആദ്യം നമുക്ക് എന്ത് വേണം? ഒരു അക്കാഡമിക് അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഒബ്ജക്റ്റീവ് ആണ്. കുട്ടികൾക്ക് ഈ ഒരു ലേണിംഗ് പഠിക്കുമ്പോൾ നമ്മൾ പറയാറല്ലോ, ലേണിംഗ് ഔട്ട്കം എന്ന് പറയാറില്ലേ? ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിലൂടെ കുട്ടിക്ക് എന്തൊക്കെ ലേണിംഗ് ഔട്ട്കം ആണ് എന്ത് ചെയ്യേണ്ടത്, കിട്ടേണ്ടത് അല്ലേ? അപ്പോ അതുകൊണ്ട് തന്നെ കുട്ടി ഈ ഒരു എന്താ പറയുക, ദേ ഷുഡ് ഡിസൈഡ് അപ്പോൺ അക്കാഡമിക് ആൻഡ് സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് ടു ബി റിയലൈസ്ഡ് ബൈ ദ സ്റ്റുഡൻസ് ആസ് എ റിസൾട്ട് ഓഫ് ലേണിംഗ്. ഞാൻ ഇത്രയും ഭാഗം പഠിപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാവേണ്ടത്, എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടതുള്ളതിനെ പറ്റിയിട്ട് എനിക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. ലേണിംഗ് ഓഫ് എ പെർട്ടിക്കുലർ ലെസൺ, ആ ഒരു അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിനായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുക, അതിന്റെ അക്കാഡമിക് ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതിൽ വരുന്ന കണ്ടന്റുകൾ എത്രത്തോളാണ്, അത് എന്തൊക്കെ സ്കില്ലുകളാണ് ഒരു ലെസൺ പഠിക്കുന്നതിലോ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മളൊരു സോഷ്യൽ സ്റ്റഡീസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ വോട്ടിങ്ങിനെ പറ്റിയിട്ട് പഠിക്കാന്ന് വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ ആണ്. അപ്പൊ എന്തിനാ നമ്മൾ ഈ വോട്ടെണ്ണലൊക്കെ പഠിക്കില്ലേ സ്കൂളില്? അപ്പൊ എന്തിനാ നമ്മൾ ആ സോഷ്യൽ സയൻസിലെ കണ്ടന്റ് പഠിക്കണം? നമ്മൾ ഭാവിയിൽ 18 വയസ്സ് കഴിഞ്ഞ സ്കൂളിൽ നമ്മൾ വോട്ടിംഗ് സിസ്റ്റം കൊണ്ടുവരാറുണ്ട് ഇല്ലേ, എലക്ഷൻ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മളൊരു എലക്ഷൻ അടുത്ത് നിൽക്കുന്ന സാഹചര്യമാണ്. അപ്പൊ നമ്മൾ സോഷ്യലായിട്ട് വരുന്ന ഒരു കാര്യമാണ്, അത് എത്രത്തോളം റെലവെന്റ് ആണെന്ന് കുട്ടി മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടും ഒരു പൗരത്വ ബോധം എന്താന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു കാര്യം പഠിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അക്കാഡമിക് ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാന്നൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്തിരിക്കാൻ ഈ ഒരു ലെസൺ. ഈ ഇതൊക്കെ ഞാൻ പഠിപ്പിക്കുന്നതിലൂടെ കുട്ടിക്ക് എന്തൊക്കെ ക്വാളിറ്റീസ് ആ കിട്ടുക, എന്തൊക്കെ കാര്യമാണ് കുട്ടി പഠിക്കുക എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവണം. വേണ്ടേ? ഉണ്ടാവണം. നെക്സ്റ്റ് വൺ എന്താണ്? സെറ്റിംഗ് ദ ലേണിംഗ് ടാസ്ക് ഫോർ ദ ലെസൺ. ടീച്ചർ ഷുഡ് എക്സ്പ്ലെയിൻ ടു ദ സ്റ്റുഡൻസ് ഗ്രൂപ്പ് അബൌട്ട് ദ ലേണിംഗ് ടാസ്ക് ടു ബി കംപ്ലീറ്റഡ്. അതായത് ടീച്ചർ എപ്പോഴും എന്തിരിക്കണം, കുട്ടിക്ക് എന്ത് ലേണിംഗ് ടാസ്ക് ആണ് ഇപ്പൊ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് ആ കുട്ടി എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തിരിക്കണം, ടീച്ചർക്ക് എന്തുണ്ടാവണം, കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഞാൻ ഈ വോട്ടെണ്ണല് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ വോട്ടിംഗ് എന്നുള്ള സിസ്റ്റം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു എലക്ഷൻ നടത്തിക്കൂടെ? അല്ലെങ്കിൽ ഇലക്ഷന്റെ ഒരു മിഷൻ കൊണ്ടുപോവാം. അതുപോലെ തന്നെ അല്ലെങ്കിൽ അവർ ആ ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, എന്തൊക്കെ ഒരു ഇലക്ഷൻ പ്രോസസ്സ് ഒരു ക്ലാസ്സിൽ റോൾ പ്ലേ ആയിട്ട് നടത്താം. അപ്പോൾ ഈ ഒരു ടാസ്ക് ഞാൻ നടത്തുന്നതിലൂടെ എന്താണ് ആ കുട്ടികൾക്ക് പഠിക്കേണ്ട ലെസൺ എന്നുള്ളതിനെ പറ്റിയിട്ട് എന്തുണ്ടായിരിക്കണം, ഞാൻ ഈ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ കുട്ടി എന്ത് പഠിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ധാരണ ഉണ്ടായിരിക്കണം. ടീച്ചർ ഷുഡ് മേക്ക് ഷുവർ whether the student have understood what they explained. അതായത് ടീച്ചർക്ക് എപ്പോഴും എന്തുണ്ടാവും, ടീച്ചർ നടത്തിയ എക്സ്പെരിമെന്റ് കൊണ്ട് കുട്ടിക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവണോ, ഈ കണ്ടന്റ് പഠിക്കാൻ പറ്റിയിട്ടുണ്ടാവോ എന്നുള്ള ധാരണയും ആർക്കുണ്ടായിരിക്കണം, ടീച്ചർക്ക് ഉണ്ടാവണം. ആൻഡ് ടീച്ചർ ഷുഡ് emphasize the part apart from achieving academic objective of the lesson student should develop social skills too. അതായത് ഈ ഒരു പാഠം പഠിക്കുന്നതിലൂടെ അക്കാഡമിക് ഡെവലപ്മെന്റ് മാത്രമല്ല, കുട്ടിക്ക് എന്തും കൂടെ ഉണ്ടാവണം, നമ്മുടെ കുട്ടിക്ക് എന്തും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റണം, ആ കുട്ടിക്ക് അവിടെ എന്തെങ്കിലും ഒരു സോഷ്യൽ സ്കില്ലും കൂടെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും ടീച്ചർ എന്ത് ചെയ്തിരിക്കണം, സ്റ്റഡി ചെയ്തിരിക്കണം. ആൻഡ് നെക്സ്റ്റ് ഫേസ് എന്ന് പറയുന്നത് മോണിറ്ററിങ് ആൻഡ് ഇന്റർവെനിങ് ഡ്യൂറിങ് ദ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്. അതായത് ടീച്ചർ എങ്ങനെയായിരിക്കണം വെച്ച് കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുത്തുല്ലോ, അപ്പൊ കുട്ടികൾ എല്ലാവരും ആ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടാവണോ, ടീച്ചർ എപ്പോഴും ആ ക്ലാസ്സിന് ചുറ്റി നടന്ന് എന്ത് ചെയ്തിരിക്കണം, ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ കുട്ടികളുടെ പ്രോസസ്സ് എത്രത്തോളമാണ്, അവരുടെ പ്രോഗ്രസ് എത്രത്തോളം അവർ അസസ് ചെയ്തിട്ടുണ്ടാവണം. ആൻഡ് അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടത്ര സജഷൻസ് അസിസ്റ്റൻസ് എന്തൊക്കെയാണോ ആ ഗ്രൂപ്പിന് കൊടുക്കേണ്ടത് അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, ടീച്ചർ ആ ഒരു സമയത്ത് എന്ത് ചെയ്തിരിക്കണം, കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതാണ് മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത്. ആൻഡ് ഫോർത്ത് ഫേസ് എന്ന് പറയുന്നത് എന്താണ്, ഇവാലുവേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ഓഫ് ദ ഗ്രൂപ്പ് വർക്ക്. അതായത് ടീച്ചർ എപ്പോഴും എങ്ങനെ ചെയ്തിരിക്കണം, ആ ഒരു കിട്ടിയിട്ടുള്ള ടീച്ചർ ഷുഡ് പ്രൊവൈഡ് ഓപ്പർച്യൂണിറ്റീസ് ടു എവറി ഗ്രൂപ്പ് ടു അസസ് ദ അക്കാഡമിക് അച്ചീവ്മെന്റ്. അതായത് ടീച്ചർ എന്തായിരിക്കണം, കുട്ടികളുടെ ആ ഒരു അക്കാഡമിക് അച്ചീവ്മെന്റ് ആ ഗ്രൂപ്പിൽ നിന്ന് കിട്ടിയിട്ടുള്ള പ്രൊഡക്റ്റും അവരുടെ ആ ഒരു ലേണിംഗ് പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ള ഇവാലുവേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തിരിക്കണം, അതിന് കറക്റ്റ് ആയിട്ട് ഒരു റിസൾട്ട് ഉണ്ടോ, അതായത് ഞാൻ പഠിപ്പിച്ച കാര്യം കുട്ടികൾക്ക് എത്തിയിട്ടുണ്ടോ, എന്റെ അക്കാഡമിക് ഒബ്ജക്റ്റീവ് ആ ലെസൺ ഫുൾ ആയിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക എന്ന് പറയുന്നത് എന്താണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലേ?
അപ്പൊ ഇതാണ് ടീച്ചറുടെ റോൾ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ടീച്ചർ ചെയ്യുന്ന ആ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്, റോൾ ഓഫ് ടീച്ചർ എന്ന് പറയുന്ന 4 ഫേസിലൂടെയാണ്. മേക്കിംഗ് ദ ഡിസിഷൻ ബിഫോർ ദ ലെസൺ ബിഗിൻസ്, സെറ്റിംഗ് ദ ലേണിംഗ് ടാസ്ക് ഫോർ ദ ലെസൺസ്, മോണിറ്റർ ആൻഡ് ഇന്റർവെനിങ് ഡ്യൂറിംഗ് ദ ഗ്രൂപ്പ് വർക്ക്, ഇവാലുവേറ്റിംഗ് ദ പ്രൊഡക്റ്റ് ആൻഡ് പ്രോസസ് ഓഫ് ഗ്രൂപ്പ്. ഇത്രയും കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ടീച്ചർ മെയിൻ ആയിട്ട് ചെയ്യേണ്ട 4 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിന്റെ തിയറി പാർട്ടിലേക്ക് പോകുന്നതിന് മുന്നേ എന്താണ് ടീച്ചർ സെന്റേർഡ് ലേണിംഗ്, അതുപോലെ തന്നെ ലേണർ സെന്റേർഡ് ലേണിംഗ് എന്താന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അതിനു മുന്നേ എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗിന്റെ, വാട്ട് ഈസ് ദ നേച്ചർ ഓഫ് ലേണിംഗ് ആസ് പെർ ദ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി? എന്താണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രകാരം ലേണിംഗിന്റെ നേച്ചർ എന്താണെന്നുള്ളതാണ് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് നോക്കാൻ പോണത്. ഓക്കെ, ഓക്കെ മാം. അപ്പോ അക്കോർഡിംഗ് ടു കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി, എന്തായിരിക്കും കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇറ്റ് ഇസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ് ടേക്ക് പ്ലേസ് ഇൻ എ ഷോർട്ട് ടേം മെമ്മറി. അതായത് നമുക്ക് 3 തരത്തിലുള്ള മെമ്മറീസ് ആണ്. ഏതൊക്കെയാണ് നമ്മൾ 3 തരത്തിലുള്ള മെമ്മറീസ്? മെയിൻ ആയിട്ട് നമ്മളെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടാവുമല്ലോ. എങ്ങനെയൊക്കെയാ? ലോങ്, ഷോർട്ട്, സെൻസറി മെമ്മറി, സെൻസറി മെമ്മറി, സെൻസറി മെമ്മറി, ലോങ് ടേം മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, അല്ലെ? സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി, അങ്ങനെയല്ലേ? അപ്പോ ഈ സെൻസറി മെമ്മറി എങ്ങനെയാ? എന്താ സെൻസറി മെമ്മറി? അപ്പൊ തന്നെ കണ്ടിട്ട് നമ്മൾ അപ്പൊ തന്നെ മറന്നു മില്ലി സെക്കൻഡ്സ് കൊണ്ടൊക്കെ നമ്മൾ കാര്യങ്ങൾ നമുക്ക് സെൻസ് കിട്ടുന്നതായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, മറന്നു പോകും. ഷോർട്ട് ടേം മെമ്മറിയോ? കുറച്ചു നേരത്തേക്ക് ഉണ്ടാവുള്ളൂ. 15 seconds വരെ. സെക്കൻഡ്സ് വരെയൊക്കെ എന്തുണ്ടാവും, ആ ഒരു കാര്യം നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ 1 to 2 minutes വരെയൊക്കെ ആ ഒരു കാര്യം കിട്ടുന്നുണ്ടാവും. അതാണ് എന്ത് തോന്നുന്നത്, ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത്. ഷോർട്ട് ടേം മെമ്മറിയുടെ വേറൊരു പേരെന്താ? വർക്കിംഗ് മെമ്മറി എന്ന് കേട്ടിട്ടുണ്ടോ? പ്രൈമറി, നോ, വർക്കിംഗ് മെമ്മറി. വർക്കിംഗ് മെമ്മറി എന്താണ്? ഷോർട്ട് ടേം മെമ്മറിയുടെ വേറെ പേരാണ്. ഇറ്റ് ഇസ് ഓൾസോ നോൺ ആസ് വർക്കിംഗ് മെമ്മറി. അതായത് ആ ഒരു ലേണർ, നമ്മളെപ്പോഴും നമ്മുടെ ലേണിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കും, ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഷോർട്ട് ടേം മെമ്മറിനെ നമുക്ക് വേറൊരു പേരിട്ട് കൂടി മെമ്മറി, വർക്കിംഗ് മെമ്മറി എന്നാണ് മെയിൻലി പറയാറുള്ളത്. ഒരു മിനിറ്റ് ഒന്ന് കൺഫേം ചെയ്യട്ടെ. പ്രൈമറി ഓർ വർക്കിംഗ് മെമ്മറി എന്നാണ്. ഓ ആയിക്കോട്ടെ. അപ്പൊ പ്രൈമറി മെമ്മറി എന്നും പറയാം, അതുപോലെ തന്നെ നമുക്ക് എന്തും പറയാം, വർക്കിംഗ് മെമ്മറി എന്നും പറയാം. അപ്പോ ഒരു മിനിറ്റ്, നമുക്ക് ആക്റ്റീവ് മെമ്മറി അല്ലെങ്കിൽ വർക്കിംഗ് മെമ്മറി അല്ലെങ്കിൽ പ്രൈമറി മെമ്മറി എന്നുള്ള രീതിയിലൊക്കെ എന്തിനെ പറയാം, ഷോർട്ട് ടേം മെമ്മറിനെ പറയാം. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറയുന്നത് ആ ഒരു ചെറിയ ഷോർട്ട് ടേം പീരീഡിലേക്ക് ഉണ്ടായിരിക്കുള്ളൂ. നമുക്കൊരു ചെറിയ എമൗണ്ട് ഓഫ് ഇൻഫർമേഷൻസ് ആയിരിക്കും എന്ത് ചെയ്യാൻ പറ്റുക, മെയിൻ ആയിട്ട് ആ ഒരു ഷോർട്ട് ടേം മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. 5 to 9 items ഒക്കെയാണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. ടിപ്പിക്കലി ഒരു 30 seconds ഒക്കെ വരെയാണ് മെയിൻ ആയിട്ട് അതിൽ ആ ഒരു ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെ എന്തുണ്ടാവുക, ഷോർട്ട് ടേം മെമ്മറിയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോളജ് എപ്പോഴും എങ്ങനെയായിരിക്കും, ഷോർട്ട് ടൈം മെമ്മറിയിലായിരിക്കും ഉണ്ടാവുക. ഇൻ ദിസ് പ്രോസസ് ദ ലേണർ യൂസസ് ദ ന്യൂ ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഇൻ ഹിസ് എൻവിറോൺമെന്റ് ആൻഡ് ദ നോളജ് ഓൾറെഡി സ്റ്റോർഡ് ഇൻ ഹിസ് ലോങ് ടേം മെമ്മറി. അതായത് ലേണർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേണർക്ക് ഓൾറെഡി ഉണ്ടാവുന്ന ആ ഒരു എക്സിസ്റ്റിംഗ് നോളജ്, പുതിയൊരു നോളജ് കിട്ടുന്ന ഷോർട്ട് ടേം മെമ്മറി കൂടെ കിട്ടിയിട്ടുള്ള പുതിയ നോളജും ഓൾറെഡി നമ്മുടെ വർക്കിംഗ് മെമ്മറിയിലുള്ള നമ്മുടെ ലോങ് ടേം മെമ്മറിയിലുള്ള സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷനും കൂടെ എന്ത് ചെയ്യും, അതിനെ രണ്ടിനെയും കൂടെ കണക്ട് ചെയ്തിട്ട് അതിനെ ഒരു മീനിങ് ഫുൾ മാനറിലേക്ക് എത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എന്നാണ് ആര് പറയുന്നത്, നമ്മുടെ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രകാരം പറയുന്നത്. അവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ, നോളജ് നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അതിനെ നമുക്ക് സ്റ്റോർ ചെയ്ത നോളജിനോട് നമ്മളൊരു പുതിയ നോളജ് കൂടെ കൊണ്ടുവന്നിട്ട് അതിന് രണ്ടിനെയും കൂടെ എന്ത് ചെയ്യാം, കമ്പയർ ചെയ്യുക. എങ്കിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, പുതിയ ഇൻഫർമേഷൻസ് കിട്ടാനും അതെന്താണെന്നുള്ളത് മനസ്സിലാക്കാനും അതിനെ കണക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്തതിനെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, എലിമിനേറ്റ് ചെയ്യാനും പറ്റുക. അപ്പോൾ
മെയിൻ ആയിട്ട് 3 ആക്ടിവിറ്റീസ് ആണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രം എമംഗ് ദ ഇൻഫർമേഷൻസ് റിസീവ്ഡ്. അതായത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി പ്രകാരം പറയുന്ന കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറിയിലെ വ്യൂ പോയിന്റ് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 3 ആക്ടിവിറ്റീസിലൂടെയാണ് ലേണിംഗ് ടേക്ക് പ്ലേസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രം എമംഗ് ദ ഇൻഫർമേഷൻ റിസീവ്ഡ്. അതായത് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ അപ്രോപ്രിയേറ്റ് ആയത് സെലക്ട് ചെയ്യുക. സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് ഇൻഫർമേഷൻ, അതായത് നമ്മുടെ മെമ്മറിയിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഓഡിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഡിയോയോ വീഡിയോയോ എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ പുതിയ ഇൻഫർമേഷനും ഓൾറെഡി നമ്മൾ കണ്ടതോ കേട്ടതോ ആയിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് ചെയ്യാണ്, നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ കാര്യം കൂടെ കണക്ട് ചെയ്ത് അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാന്ന് നമ്മൾ സെലക്ട് ചെയ്യുന്നു. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രയർ നോളജ് ഏതാന്ന് നമ്മൾ നോക്കിയിട്ട് നമ്മൾ എടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് വൺ സെലക്ടിങ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഫ്രം എമംഗ് ദ ഇൻഫർമേഷൻസ് റിസീവ്ഡ്. സെക്കൻഡ് വൺ എന്താണ് ക്ലാസിഫൈങ് ഓർ ഓർഗനൈസിങ് ദ ന്യൂ ഇൻഫർമേഷൻ. അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ഓഡിയോ അല്ലെ വീഡിയോ ഇമേജസും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞല്ലോ, അതിനാണല്ലോ നമ്മൾ നോളജ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലാസിഫൈങ് ഓർ ഓർഗനൈസിങ്. അതിന് നമ്മൾ ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തെടുക്കുക. കിട്ടിയിട്ടുണ്ടാവുന്ന കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഓർഗനൈസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, സെപ്പറേറ്റ് ചെയ്തുന്നു. ആൻഡ് തേർഡ് വൺ ഇന്റഗ്രേറ്റിംഗ് ദ ന്യൂ ഇൻഫർമേഷൻ വിച്ച് ഹാസ് ബീൻ വെൽ ഓർഗനൈസ്ഡ്. അതായത് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു പുതിയ നോളജിനെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുള്ള നോളജ് ഉണ്ടാവില്ല, അതിനെ നമ്മൾ നമ്മുടെ കൊഗ്നിറ്റീവ് സ്ട്രക്ചർ വെച്ചിട്ട് മോഡിഫൈ ചെയ്യാന്നാണല്ലോ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു പുതിയ കാര്യം വെച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കുകയാണ്. അപ്പൊ ഫസ്റ്റ് വൺ സെലക്ടിങ് ആണ്, സെക്കൻഡ് വൺ ക്ലാസിഫൈങ് ഓർ ഓർഗനൈസിങ് ആണ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇന്റഗ്രേറ്റിംഗ് ദ ന്യൂ ഇൻഫർമേഷൻ. പുതിയ ഇൻഫർമേഷൻസ് എന്ത് ചെയ്യാണ്, ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതാണ് മെയിൻ ആയിട്ടുള്ള 3 കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇതിലൂടെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, നമ്മുടെ കൺസ്ട്രക്റ്റിവിസം നടന്നു പോകുന്നതെന്നാണ് ആര് വിശ്വസിക്കുന്നത്, കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണേഴ്സ് ബിലീവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ മാം. And according to this, and this is we consider as this 3 steps we consider as the theory is called as SIO. അതായത് അല്ല SOI. SOI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്. എന്തൊക്കെയാണ്, സെലക്ടിങ്, ഓർഗനൈസിങ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ്. എല്ലാവരും കയ്യിൽ ടെക്സ്റ്റ് ഇല്ലേ, ടെക്സ്റ്റ് ഉണ്ടോ? അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റില് 130 പേജ് നമ്പർ 130 കണ്ടോ നിങ്ങള്? അതിലൊരു ഗ്രാഫ് കണ്ടോ? എല്ലാവരും കയ്യിലുണ്ടോ? ഞാൻ അതില് നമ്മുടെ ആ ഒരു എല്ലാവരുടെ അടുത്തും ഉണ്ടോ പേജ് നമ്പറില്? ഓക്കെ. അപ്പൊ അതിൽ നിങ്ങൾ ഗ്രാഫ് കണ്ടോ? ഗ്രാഫ് കണ്ടിട്ട് എന്തെങ്കിലും മനസ്സിലായോ? ഗ്രാഫ് ഒരു ഡയഗ്രാം പോലൊരു സാധനം കണ്ടോ പേജ് നമ്പർ 130? അതിൽ എന്തൊക്കെയാ പറയുന്നത്? അതിൽ എന്തൊക്കെ കാര്യങ്ങളാ സംഭവിക്കണേ? അതില് പറ ജീന പറയൂ. ഷോർട്ട് ടേം മെമ്മറി we will make sense. യെസ്, ഷോർട്ട് ടേം മെമ്മറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെൻസസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രയർ നോളജ് എന്ന് പറയുന്നത് എവിടെയാണ്, എപ്പോഴും നമ്മൾ ഓൾറെഡി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം നമ്മുടെ ലോങ് ടേം മെമ്മറിയിലായിരിക്കും അല്ലെ. സെലക്ടിങ് ദ അപ്രോപ്രിയേറ്റ് വൺ ഫ്രം ദ നമ്മൾ ആ കാര്യം നമ്മൾ എപ്പോഴും എവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക, നമ്മുടെ ലോങ് ടേം മെമ്മറിയിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവുക. ഷോർട്ട് ടേം മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ന്യൂ ഇൻഫർമേഷൻസ് കിട്ടുന്നുണ്ടാവുക അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ എപ്പോഴും എങ്ങനെയായിരിക്കും, കൂടുതലും നമ്മൾ ഷോർട്ട് ടേം മെമ്മറിയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് കിട്ടിയിട്ടുള്ള നമ്മൾ എന്തെങ്കിലും ഒരു വേർഡ് ആണ്, ആ വേർഡ് എന്ത് ചെയ്യുന്നത്, കോഡഡ് ഫ്രം ഓഡിയോ, എന്തെങ്കിലും ഓഡിയോയിൽ നിന്ന് കോഡ് ചെയ്തെടുത്ത സാധനമായിരിക്കാം, അതിൽ കോഡഡ് ഫ്രം എനി ഇമേജസ്, എന്തെങ്കിലും ഇമേജിൽ നിന്ന് കിട്ടിയതായിരിക്കാം, അതല്ലെങ്കിലോ എന്തെങ്കിലും അതിൽ ഒരു പുതിയ ന്യൂ തോട്ട്
ഇൻഫർമേഷൻ എന്ന് പറയുന്ന പിക്ചറിൽ നിന്ന് കിട്ടിയതായിരിക്കും. ആ കോഡഡ് ഫ്രം ആൻ ഇമേജ്, അല്ലെങ്കിലോ മേക്കിംഗ് എ സെൻസ് ഓഫ് വാട്ട് ആർ ന്യൂലി ലേൺ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പുതിയതായിട്ട് ലേൺ ചെയ്തത്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ആ ഒരു നോളജ് നമ്മൾ എടുക്കുന്നു. ആൻഡ് നമുക്ക് അതായത് നമുക്ക് കിട്ടുന്ന പുതിയ നോളജസ് ആയിരിക്കും മെയിൻ ആയിട്ട് ഇതിൽ വരിക. ആൻഡ് അതിനുശേഷം എന്താ സംഭവിക്കണേ, നമ്മൾക്ക് ഓൾറെഡി പ്രയർ ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ലോങ് ടേം മെമ്മറിയിൽ ഉണ്ടാവുന്ന ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനെ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻസ് ചെയ്ത് നോക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ന്യൂലി ലേൺഡ് ആയിട്ടുള്ള തിങ്സിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, സെൻസ് കോഡ് ചെയ്ത് നോക്കുന്നു. നമുക്ക് കിട്ടിയ ഓഡിയോയിൽ നിന്നോ അല്ലെങ്കിൽ വീഡിയോയിൽ നിന്നോ ഇമേജിൽ നിന്നോ കിട്ടിയ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോങ് ടേം മെമ്മറി വെച്ചിട്ട് നമ്മൾ കമ്പയർ ചെയ്യുന്നു. അല്ലെങ്കിൽ അത് വെച്ച് കമ്പയർ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പുതിയ ഇൻഫർമേഷൻ ഉണ്ടാക്കി എടുക്കുന്നു. അല്ലെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്ത് ഒരു അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. ആദ്യം നമ്മൾ ഓഡിയോ വീഡിയോ കാര്യങ്ങളൊക്കെ കാണുന്നു, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ അതിനെ ഓർഗനൈസ് ചെയ്യുന്നു. ക്ലാസിഫിക്കേഷൻ ആണ് രണ്ടാമത് നടക്കുന്നത്. അതിന് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ വരുന്നു. ആൻഡ് തേർഡ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് ഓൾറെഡി അറിയുന്ന നോളജും അതുപോലെ തന്നെ നമ്മൾക്ക് കിട്ടിയ ന്യൂ നോളജിനെയും കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ഒരു മീനിങ് ഫുൾ വേയിൽ പുതിയൊരു കാര്യത്തെ കൺസ്ട്രക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഏറ്റവും ആദ്യം നടക്കുന്നത് എന്താണ്, സെലക്ഷൻ ആണ്. പിന്നീടാണ് എന്ത് നടക്കുന്നത്, ഓർഗനൈസിങ് നടക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ വാട്ട് ഇസ് ഇന്റഗ്രേറ്റിംഗ് ദ ന്യൂ നോളജ് വിത്ത് ദ പ്രയർ നോളജ് ഓർ എക്സിസ്റ്റിംഗ് നോളജ്. ഓക്കെ ആണോ? ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ആ ഗ്രാഫിലും പറയുന്നത്. നമുക്ക് ഓൾറെഡി 3 തരത്തിലാണ്, 3 ആക്റ്റീവ് പ്രോസസ്സിലൂടെയാണ് കടന്നു പോകുന്നതെന്നാണ് ആര് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസ്റ്റ് മെത്തേഡുകളിൽ പ്രകാരം എന്തിനെ പറ്റി പറയുന്നത്, നമ്മുടെ ലേണിങ്ങിനെ പറ്റിയിട്ട് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് പെഡഗോഗിക്കൽ അപ്രോച്ചസ് പറയട്ടെ. പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം. അപ്പോൾ നമ്മൾ SOI തിയറി പറഞ്ഞു. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്ഷൻ, ഓർഗനൈസേഷൻ ഓർ ക്ലാസിഫിക്കേഷൻ ഓർ ലാസ്റ്റ് വൺ എന്താണ്, ഇന്റഗ്രേഷൻ ആണ്. നെക്സ്റ്റ് പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം. പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി നമുക്ക് പറയുകയാണെന്ന് പറയുകയാണെങ്കിൽ ലേണിംഗ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കണക്ടിങ് വാട്ട് വി ലേൺ നൗ ആൻഡ് വാട്ട് വാസ് ഓൾറെഡി നോ. അതായത് പെഡഗോഗിക്കൽ അപ്രോച്ച് പ്രകാരം പറയുകയാണെന്നുണ്ടെങ്കിൽ സിംപ്ലി ഇത്രയാണ്. അതായത് നമുക്ക് എന്താണ് ഓൾറെഡി അറിയുന്ന കാര്യം, എന്താണ് നമ്മളിപ്പോൾ പഠിച്ചത്, അതുപോലെ എന്താണ് ഓൾറെഡി നമുക്ക് അറിയുന്നത്, ഇതിനെ രണ്ടിനെയും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഒരു ടോട്ടാലിറ്റി അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ പ്രസന്റ് ലേണിംഗിലേക്ക് നമ്മൾ അതിനെ എത്തിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്. ആൻഡ് ടീച്ചർ ഷുഡ് റിമെമ്പർ വൈൽ ഹീസ് അറ്റംപ്റ്റ് ടീച്ചിങ്. നമ്മൾ ആസ് എ ടീച്ചർ നമ്മുടെ പെഡഗോഗി എന്ന് പറയുന്നത് എന്താണ്, പെഡഗോഗി നമ്മൾ കുറച്ചുകൂടെ വലിയ കുട്ടികൾ അഡൾട്ട്സിനെയാണ് മെയിൻ ആയിട്ട് എന്ത് ചെയ്യുന്നത്, അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു മെത്തേഡ് അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ട തിങ്സ് ഏത് രീതിയിലാണ് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യമാണ് മെയിൻ ആയിട്ട് അതിൽ വരുന്നത്. അപ്പൊ അവിടെ എന്താണെന്ന് വെച്ചാൽ ടീച്ചേഴ്സ് എപ്പോഴും അങ്ങനെ ആയിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ് റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾക്ക് അതുകൊണ്ടാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഞാൻ ഇപ്പൊ നിങ്ങളോട് ഇന്ന് വന്ന് ചോദിച്ചു എന്താ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചേന്ന് ചോദിച്ചു ഇല്ലേ. എന്നും ഞാൻ ക്ലാസ് തുടങ്ങുമ്പോൾ ചോദിക്കാറുണ്ട് എന്താണ് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത്. എന്തിനു വേണ്ടിയിട്ട് അത് ചോദിക്കണേ? പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മൈക്രോ ടീച്ചിങ് കേട്ടിട്ടില്ലേ നിങ്ങള്? അതിൽ മൈക്രോ ടീച്ചിങ്ങിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇൻട്രൊഡക്ഷൻ സ്കില്ലിൽ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ ആസ്കിങ് ഓഫ് ദി പ്രീവിയസ് നോളജ് നമ്മൾ എന്ത് ചെയ്യും, പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു കമ്പോണന്റാണ്. അപ്പൊ അതുപോലെ തന്നെ ടീച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടിക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് നോളജ് ഉണ്ടാവും, ന്യൂ നോളജ് ഉണ്ടാവും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ തന്നെ ടീച്ചർ എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ഓൾറെഡി പ്രീവിയസ് ആയിട്ട് എന്താണ് പഠിച്ചിട്ടുള്ള കാര്യം, അതുപോലെ തന്നെ ആ ഒരു കാര്യത്തെ കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, ടീച്ചർ ആ ഒരു ക്ലാസ് റൂം ടീച്ചിങ് ലേണിംഗ് ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ടീച്ചർ കുട്ടികൾക്ക് എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, ആ ഒരു ലേണിങ്ങിനുള്ള ഫെസിലിറ്റേഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണോ അത് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക ടു കൺസ്ട്രക്ട് ദ നോളജ്. അതായത് അവർക്ക് അവരുടെ ഒരു തോട്ട് പ്രോസസ്സിൽ നിന്ന് തന്നെ ഒരു നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് ആദ്യമായിട്ട് വേണ്ടത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത്
of the lesson should be presented in such a way that they are related to the day-to-day life of the students. നമ്മൾ പെഡഗോഗിയിൽ രണ്ടാമതായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടന്റ് നമ്മൾ കുട്ടികൾക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് അവരെ പഠിപ്പിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ആവുമ്പോഴാണ് then only the students will learn the subject content of their lesson meaningfully. അങ്ങനെ ആവുമ്പോൾ മാത്രമേ ടീച്ചർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കറക്റ്റ് മീനിങ് ഫുൾ ആയിട്ട് ആ ഒരു കണ്ടന്റ് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഫസ്റ്റ് നമ്മൾ പ്രീവിയസ് നോളജ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം, അതിനനുസരിച്ചിട്ടുള്ള ഒരു ലേണിംഗ് അറ്റ്മോസ്ഫിയർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കണം. രണ്ടാമത് എന്താണ്, നമ്മുടെ കണ്ടന്റ് പ്രസന്റ് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, നമ്മുടെ ഡേ ടു ഡേ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അങ്ങനെ ആകുമ്പോഴാ കുട്ടികൾക്ക് ആ ഒരു സബ്ജക്ട് കണ്ടന്റ് എന്ത് ചെയ്യാൻ പറ്റുക, അതിന്റെ ഒരു എക്സാക്ട് മീനിങ്ങിലൂടെ അവർക്ക് ലേൺ ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് ടീച്ചർ ഷുഡ് നോട്ട് ബി അണ്ടർസ്റ്റാൻഡ് ദ അസംഷൻസ് ദാറ്റ് ദ സ്റ്റുഡൻസ് വിൽ ഡിസ്കവർ എവറിത്തിങ് ദംസെൽഫ്. നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, അസംഷൻസ് നടത്താൻ പറ്റുമോ? ഇപ്പൊ എനിക്ക് ഇവിടെ ഇരുന്ന അസംഷൻസ് നടത്താൻ പറ്റുമോ? നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞെങ്കിലും പഠിക്കുന്നു പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലേ നിങ്ങൾ പഠിക്കുള്ളൂ അത് പറയാൻ പറ്റുമോ? No, ma'am. No, ma'am. ഇല്ല. അപ്പോ എന്താ പറയാ, ഇപ്പൊ അത് മാത്രല്ല, നമ്മൾ കുട്ടികൾക്ക് ഒരു കാര്യം പഠിപ്പിക്കാൻ കൊടുക്കുക, അപ്പോ അവരത് പഠിക്കും അല്ലെങ്കിൽ അവരത് ചെയ്യും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് ഉണ്ടായിരിക്കാം. പക്ഷെ അവരത് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യം പറഞ്ഞാൽ ഇന്നതുപോലെ തന്നെ ഒരു റെസ്പോണ്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അസംഷൻസ് ഒന്നും നടത്താൻ പറ്റില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യില്ല, ഒറ്റയ്ക്ക് പഠിക്കൊന്നുമല്ല. നോട്ട് മേക്കിംഗ് യൂസ് ഓഫ് ദ ഹ്യൂറിസ്റ്റിക് മെത്തേഡ്, അതായത് ടീച്ചേഴ്സ് എപ്പോഴും എന്താണ് വെച്ചാൽ നമ്മൾ ആ ഒരു അപ്രോച്ച് നമുക്ക് ഫോളോ ചെയ്യാം, പ്രാക്ടിക്കൽ ലൈഫിലായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് അത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ആവശ്യമായ സമയത്ത് ആവശ്യമുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനെ കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ അല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിലേക്കായിരിക്കും എന്ത് ചെയ്യുക, എല്ലാ കുട്ടികൾക്കും എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും, എല്ലാവർക്കും ഇപ്പൊ എല്ലാ എക്സാമ്പിൾസും ഒരുപോലെ മനസ്സിലാവണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കണ്ടന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് കുട്ടിക്ക് എല്ലാ കണ്ടന്റും നമ്മൾ ഇന്നത് പറയുമ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളാന്നൊന്നുമില്ല. നമ്മുടെ ഒരു അസംഷൻ വെച്ചിട്ട് എന്ത് ചെയ്യരുത്, കുട്ടികളുടെ അടുത്ത് ആ ഒരു പെഡഗോഗിക്കൽ അപ്രോച്ചിൽ ബിഹേവ് ചെയ്യരുത്. ഓക്കെ ആണോ? ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ എന്താണ്, ദ ടീച്ചർ besides making students to learn the subject content meaningfully should also make them realize how they understand or interpret in a particular social or cultural context. അതായത് ടീച്ചേഴ്സ് എപ്പോഴും എങ്ങനെയായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുക ഡിസിഷൻ എടുക്കുന്നതിന് അല്ലെങ്കിൽ ആ ഒരു കണ്ടന്റ് മീനിങ് ഫുൾ ആയിട്ട് മനസ്സിലാക്കുന്നതിന് നമ്മൾ എപ്പോഴും എന്ത് ചെയ്തിരിക്കണം, കുട്ടികളുടെ കൂടെ നിന്നിട്ടുണ്ടായിരിക്കണം. കുട്ടികൾ എങ്ങനെ അത് മനസ്സിലാക്കി എടുക്കുന്നു, അതുപോലെ തന്നെ അവര് എന്താ പറയുക ആ ഒരു കാര്യത്തെ സോഷ്യലായിട്ടാണെങ്കിലും കൾച്ചറലായിട്ട് ാണെങ്കിലും അതിനെങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതില് കുട്ടികളുടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ സോഷ്യൽ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്തിരിക്കണം, കുട്ടീനെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യിപ്പിക്കണം. അപ്പോൾ നമ്മളൊരു ക്ലബ് ആക്ടിവിറ്റി നടത്തുക, അല്ലെങ്കിൽ ഒരു NSS പ്രോഗ്രാം നടത്തുക, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കമ്മ്യൂണിറ്റി ബേസ്ഡ് പ്രോഗ്രാം ഒക്കെ നടത്തുകയാണെങ്കിൽ ആ ഒരു കാര്യം കുട്ടി ഡയറക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടിയുടെ ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നോളജ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് കൊളാബറേറ്റീവ് ലേണിംഗ് ആർ ഹൈലി ഹെൽപ്ഫുൾ. അതായത് സോഷ്യൽ ആക്ടിവിറ്റി അതുപോലെ കൊളാബറേറ്റീവ് ലേണിംഗും ഇതിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. And next, it is essential for the teachers to have not only the subject content but also the pedagogical content knowledge. അതായത് നമ്മൾ TPAC എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, PCK പാക്ക് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അതായത് പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് എപ്പോഴും ഉണ്ടായിരിക്കണം ആർക്ക്, ടീച്ചർക്ക് എന്ത് മാത്രം ഉണ്ടായാൽ പോരാ, സബ്ജക്ട് നോളജ് മാത്രം ഉണ്ടായാൽ പോരാ. നിങ്ങൾക്കൊക്കെ സബ്ജക്ട് നോളജ് ഉണ്ട്, അതുകൊണ്ടല്ലേ നിങ്ങളിപ്പോ പെഡഗോഗിക്കൽ നോളജ് എടുക്കാൻ വേണ്ടിയിട്ടല്ലേ B.Ed ചെയ്യുന്നത്, ആണോ? ഹൗ ടു ടീച്ച് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ B.Ed എടുക്കണത്, അല്ലേ? Yes, ma'am. നമ്മള് എന്താണ് നമുക്ക് കണ്ടന്റ് അറിയാം, കണ്ടന്റ് നമ്മൾ ഡിഗ്രി വരെയും PG വരെയും പഠിച്ചപ്പോൾ നമുക്ക് കണ്ടന്റ് കിട്ടിയിട്ടുണ്ട്. അത് ഹൗ ടു പ്രസന്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ടല്ലേ, അതുപോലെ തന്നെ കുട്ടികളുടെ ലെവൽ അറിയാൻ വേണ്ടിയിട്ട് ഹൗ ടു ടീച്ച് എന്നറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടീച്ചിങ് ലേണിംഗ് ഒക്കെ പഠിക്കണേ. അപ്പൊ അതുപോലെ തന്നെയാണ് പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജും ആർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം, ടീച്ചർക്ക് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സബ്ജക്ട് നോളജ് ഉണ്ടാവണം. സബ്ജക്റ്റിനെ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ പെഡഗോഗിക്കൽ നോളജ് ഉണ്ടായിരിക്കണം. കാരണം അത് അനാലിസിസിലാണോ വരുന്നത്, അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ വരുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, കറക്റ്റ് ആയിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ആൻഡ് അതുപോലെ തന്നെ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ സബ്ജക്ട് കണ്ടന്റ്. അതുപോലെ തന്നെ their own teaching practice and feedback obtained from the professors during the teacher training
കോഴ്സ് അതായത് ഈ പെഡഗോഗിക്കൽ കണ്ടന്റ് നോളജ് നമ്മൾ എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ പറഞ്ഞത് പെഡഗോഗിക്കൽ അപ്രോച്ചസ് ടു കൺസ്ട്രക്റ്റീവ്സ് അല്ലേ. അപ്പൊ നമ്മൾ ഈ BEdന് നിങ്ങൾക്ക് ഇന്റേൺഷിപ്പ് ഇല്ലേ, 2-3 months ഇന്റേൺഷിപ്പ് ഇല്ലേ BEdന്? ഇപ്പോ സ്കൂളിൽ പോയിട്ട് നമ്മൾ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ് നമുക്ക് ഈ കണ്ടന്റ് നോളജ് ഉണ്ട്, പിന്നെ എങ്ങനെയാണ് നമുക്ക് ഈ പെഡഗോഗിക്കൽ നോളജ് ഡെവലപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോവുകയാണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സിന് വേണ്ട അസിസ്റ്റൻസ് ആര് തരും? അവിടുത്തെ പ്രൊഫസർമാർ എന്ത് ചെയ്തിട്ടുണ്ടാവും, പറഞ്ഞു തരും. ആ ഒരു ടീച്ചർ ട്രെയിനിങ് കോഴ്സിലാണ് കുട്ടികൾക്ക് എന്ത് ചെയ്യുക, അവർക്ക് അതായത് ട്രെയിനീസിന് അവർക്ക് എന്താ പറയുക, ദയർ ഓൺ സ്കൂളിംഗ് എക്സ്പീരിയൻസിലൂടെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു പ്രൊഫഷണൽ ടെനർ എന്താണെന്ന് മനസ്സിലാക്കിയെടുക്കാനും പെഡഗോഗിക്കൽ നോളജ് എന്താണെന്നും ഹൗ ടു ടീച്ച് എന്നുള്ളത് അവർക്ക് എന്ത് ചെയ്യാം, എങ്ങനെ കൺസ്ട്രക്റ്റീവിസം ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളത് അവരെന്ത് ചെയ്യും, ആ ഒരു ടീച്ചിങ് പ്രാക്ടീസിലൂടെ സ്കൂളിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ് ട്രെയിനിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. ഇത് അവരുടെ മെൻറ്റർ അവർക്ക് എന്ത് ചെയ്യും, വേണ്ടത്ര രീതിയിൽ ക്ലാസ് ഒബ്സർവ് ചെയ്ത് ഫീഡ്ബാക്ക് കൊടുക്കും. അതിലൂടെ അവർക്ക് ടീച്ചിങ് ടെക്നിക്സ് എന്താണെന്നും അതിന് വേണ്ടത്ര രീതിയിലെ ഡെമോൺസ്ട്രേഷൻസും ക്രിറ്റിസിസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതോടെ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, കണ്ടന്റ് കൺവേ ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. അപ്പൊ പെഡഗോഗിക്കൽ അപ്രോച്ച് ഓഫ് കൺസ്ട്രക്റ്റീവിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലി പറയുകയാണെങ്കിൽ എങ്ങനെയാണ്, കുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന അവസരങ്ങൾ എങ്ങനെയാണെന്നുള്ളത് എന്ത് ചെയ്തിരിക്കണം, ടീച്ചർ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ എന്താണ് കണ്ടന്റ് എന്ന് പറയുന്നത് എങ്ങനെ കുട്ടികൾക്ക് എത്തിക്കുന്നു, നമ്മുടെ ലൈഫുമായിട്ട് എപ്പോഴും എന്ത് ചെയ്യുക, കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന രീതിയിലായിരിക്കണം. അതുപോലെ തന്നെ പിന്നെ എന്താ പറഞ്ഞത്, നമ്മൾ എന്താ പറയുക, കുട്ടിക്ക് കൊടുക്കുന്നത് ഡയറക്റ്റ് പാർട്ടിസിപ്പേഷൻ ഉള്ള അവസരങ്ങളായിരിക്കണം. അതായത് അവരുടെ സോഷ്യൽ ഇന്ററാക്ഷനും അതുപോലെ തന്നെ അവരുടെ കൊളാബറേറ്റീവ് ലേണിങ്ങിനും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലായിരിക്കണം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അങ്ങനെ ആകുമ്പോഴേ അവർക്ക് ഹൈലി അത് ഹെൽപ്ഫുൾ ആവുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ പിന്നെന്താണ്, ടീച്ചേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് കണ്ടന്റ് നോളജ് മാത്രമല്ല വേണ്ടത്, അവർക്ക് എന്തും വേണം, പെഡഗോഗിക്കൽ നോളജ് വേണം. അതിന് അവരെന്ത് ചെയ്യുന്നുണ്ട്, ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവരുടെ പ്രൊഫസേഴ്സിന്റെ ഫീഡ്ബാക്കിൽ നിന്ന് ആ ഒരു പെഡഗോഗിക്കൽ നോളജ് അവർക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് വി ആർ എ ഗുഡ് ടീച്ചർ, one who has a good understanding of the subject content as well as the skill of delivering them effectively. അല്ലേ? ഇപ്പോ നമുക്കറിയാം, നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിൽ തന്നെ ചില ടീച്ചേഴ്സ് നല്ല കണ്ടന്റ് ആയിരിക്കും, പക്ഷെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊരിക്കലും കൺവേ ചെയ്യാൻ പറ്റണമെന്നില്ല. ചില കുട്ടികൾ ചിലപ്പോൾ ആവറേജ് കുട്ടികളായിരിക്കും, പക്ഷേ അവരുടെ കണ്ടന്റ് ഡെലിവറി എന്ന് പറയുന്നത് എന്തായിരിക്കും, വളരെ അടിപൊളിയായിരിക്കും. അപ്പൊ ഒരു ഗുഡ് ടീച്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളുടെ എബിലിറ്റി ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് മനസ്സിലാക്കിയും അതുപോലെ തന്നെ നമ്മളുടെ ആ ഒരു സബ്ജക്റ്റിനെ നമുക്ക് എത്രത്തോളം സിംപ്ലിഫൈ ചെയ്ത് അവർക്ക് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കിയിട്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവരെ പഠിപ്പിക്കേണ്ടത്. അപ്പൊ ഒരു ടീച്ചർക്ക് പെഡഗോഗിക്കൽ നോളജും വേണം, പിന്നെന്തും വേണം, പിന്നെന്താ വേണ്ടേ, കൺവേ ചെയ്യാനുള്ളത് അറിയണം. സബ്ജക്ട് നോളജ് പ്ലസ് ഡെലിവറിങ് ഓഫ് ദ കണ്ടന്റ്, പെഡഗോഗിക്കൽ നോളജും ഉണ്ടെങ്കിൽ ഒരു ഗുഡ് ടീച്ചർ ആയിട്ട് മാറാൻ ആർക്ക് പറ്റുള്ളൂ, നമുക്ക് പറ്റുള്ളൂ എന്നാണ് ആര് പറയുന്നത്, കൺസ്ട്രക്റ്റിവിസത്തിൽ പറയുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ലേണിംഗ് എൻവിറോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ then ഇന്നെടുത്ത് ക്ലിയർ അല്ലേ? മിസ്, ഈ എക്സാമിന് ഇത് ഫുൾ ഉണ്ടോ, ഈ ടെക്സ്റ്റ് ഫുൾ ഉണ്ടോ? ആ ഉണ്ടാവും. ഇന്റേണൽ എക്സാം അല്ലല്ലോ, സെം എക്സാം അല്ലേ? സെം എക്സാമിന് പേപ്പർ ഫുൾ ഉണ്ടാവും, പിന്നെ ഉണ്ടാവാതിരിക്കോ? എല്ലാം ഉണ്ടാവും. ഓക്കെ then good night. Thank you, ma'am. Okay, thank you. Thank you, ma'am. Good luck. Thank you, ma'am. Okay, thank you. Good night.